നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടെ കൊണ്ടുവന്നപ്പോ ഡോക്ടർ ഒരു നിർദ്ദേശം വെച്ചു. അതില് പെട്ടിരിക്കുക മീനാക്ഷിയും കാർത്തിക്. നീ കാര്യം പറയാം. പക്ഷേ ഇപ്പോൾ ടിൻപാൽ കുഞ്ഞിന് അലർജി ആയിരിക്കുകയാണ്. അത് കൊടുത്താ കുഞ്ഞ് ഇനിയും വൊമിറ്റ് ചെയ്യും. മുലപ്പാലല്ലേ ഏതൊരു കുഞ്ഞിന്റെയും ആയുസിന്റെ അടിസ്ഥാനം. അത് ലഭ്യമാകാൻ സാഹചര്യം ഉണ്ടെങ്കിലും അത് ഒഴിവാക്കുന്നത് ബുദ്ധിപരമല്ല. കുട്ടിക്ക് പാല് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതെന്താ ഡോക്ടർ അങ്ങനെ ചോദിക്കുന്നേ? ഞാനിതിന്റെ അമ്മയല്ലേ. വെരി ഗുഡ്. അപ്പോ കുഞ്ഞ് നമ്മുടെ കയ്യിലായി. ഇനി ആ വാളും കൂടി കയ്യിൽ കിട്ടിയ ആ നിമിഷം നമ്മൾ ഈ നാട്ടിൽ നിന്ന് മുങ്ങും. നീ ധൃതി വെക്കാതെ. റിസ്ക് ഒന്നും വേണ്ട. എല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. ബുദ്ധിയോടെ നീങ്ങില്ലെങ്കിൽ പെടും. അത് ഓർമ്മിച്ചോ. ഞാൻ ഫോൺ വെക്കുവാണേ. ശരി. ഡോക്ടർ പറഞ്ഞതൊക്കെ വിശ്വസിക്കാനാവുമോ? അവരെന്താ അങ്ങനെ പറഞ്ഞത്? ഇത്രയും നാളും മുലപ്പാല് കുടിക്കാൻ എൻ്റെ കുഞ്ഞ് വളർന്നു. ഇനി മുലപ്പാല് കൊടുത്തേ പറ്റുമെന്നൊക്കെ പറഞ്ഞ എന്തിനാ ദൈവമേ എന്നെങ്ങിട്ട് പരീക്ഷിക്കുന്നേ? മീനാക്ഷിക്ക് വലിയ സങ്കടം ഉണ്ടാവും. എന്ത് പറഞ്ഞിപ്പോൾ ആശ്വസിപ്പിക്കുക? ഇവളെ സമാധാനിപ്പിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് അവളുടെയും എൻ്റെ കുഞ്ഞിൻ്റെയും കാര്യമാണ്. അതിൻ്റെ അസുഖം മാറാൻ എന്തും സഹിച്ചേ പറ്റൂ. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞത് അനുസരിക്കാതെ മറ്റു മാർഗമില്ല. മൈഥിലി കുഞ്ഞിന് പാല് കൊടുത്തതുകൊണ്ട് കുഞ്ഞ് അവളുടേതാവില്ലല്ലോ. അങ്ങനെ ദൈവം എൻ്റെ സഹായത്തിനായി വന്നു. മീനാക്ഷിയെ ഒതുക്കാനും അവളെ തോൽപ്പിക്കാനും എനിക്ക് പറ്റി. ഞാൻ പ്രസവിച്ചെങ്കിലും ഇത് ഈ കാർത്തിയുടെ കുട്ടിയാണ്. എനിക്കിതിനോട് യാതൊരു സെന്റിമെന്റ്സും ഇല്ല, ഒരു സ്നേഹവും ഇല്ല. പക്ഷേ ഈ കുട്ടിയുടെ മേൽ ഇതുവരെ എനിക്കില്ലാതിരുന്ന ഒരവകാശം ഇപ്പൊ കിട്ടി. ഇത് വെച്ച് ഞാൻ മുതലാക്കും. ഇപ്പൊ ഞാൻ ചെമ്പകമംഗലത്തെ അഭയാർത്ഥിയല്ല, ഇന്നു മുതൽ അകത്തമ്മയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.